ചങ്ങലയിൽ നമുക്കിനി കൊച്ചിയിലേക്ക് പോകാം. അവിടെ ഡാനി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, 1 ലക്ഷം പേർ അണിനിരക്കും എന്നതാണ് എറണാകുളത്ത് നിന്ന് നേതാക്കൾ നൽകിയിരുന്ന സൂചന. അവിടെ ട്രയൽ തുടങ്ങിയോ? എന്താണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്? രേണുക, 1 ലക്ഷം പേരാണ് 46 കിലോമീറ്റർ ദൂരത്തിലേക്ക് അണിനിരക്കുക. ഈ നിര നീണ്ടുപോകുന്നു. അങ്കമാലിയിലെ പൊങ്ങം മുതൽ, അങ്കമാലിയിലെ പൊങ്ങം എന്ന് പറയുന്നത് തൃശ്ശൂർ അതിർത്തിയാണ്. അവിടെ മുതൽ ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയായ അരൂർ വരെ 46 കിലോമീറ്റർ ദൂരത്തിൽ ഏതാണ്ട് 1 ലക്ഷത്തിലധികം പേരാണ് അണിനിരക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇതിപ്പോൾ വൈറ്റിലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. എല്ലായിടത്തും ഇതുപോലെ തന്നെ ഏതാണ്ട് മനുഷ്യ മതിൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് ആളുകൾ അണിനിരക്കുന്നത്. ഇതിൽ എല്ലാവരുടെയും തന്നെ പ്രാതിനിധ്യം ഇവിടെ ഉണ്ട് എന്നത് തന്നെയാണ്. കാരണം സ്ത്രീകളും കുട്ടികളും എല്ലാവരും തന്നെ ഇതിൽ പലയിടങ്ങളിലും തന്നെ പങ്കാളികളാകാനായിട്ട് എത്തിയിരിക്കുന്നു. കൊച്ചിയിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകരെല്ലാം തന്നെ ഇതിനൊപ്പം തന്നെ അണിചേരുകയും ചെയ്തു. നമുക്കൊപ്പം മുൻ MP കൂടിയായ ഡോക്ടർ സബാസ്റ്റ്യൻ പോർട്ടിരുന്നു. എത്രത്തോളം പ്രാധാന്യമുണ്ടായി ഈ ഒരു അല്ല, ഇതിപ്പോൾ 1987 അന്നത്തെ ആ മനുഷ്യ കൂട്ടായ്മയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്പിരിറ്റ് ഇന്ന് കാണുന്നുണ്ട്. അതിന് കാരണം കേന്ദ്രം നമ്മൾ കാണിക്കുന്ന അവഗണന, അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന ക്ഷതം, അത് വലിയൊരു വികാരമായി നമ്മുടെ യുവതയുടെ മനസ്സിൽ നീറി പടർന്നിരിക്കുന്നു. അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള പ്രതിഫലനമാണ് ഈ ആൾക്കൂട്ടം, ഈ വലിയ കൂട്ടായ്മയിലൂടെ നമ്മൾ കാണുന്നത്. വ്യക്തമാണ് ആ വാക്കുകൾ. കാരണം വലിയ രീതിയിലുള്ള കേന്ദ്ര സർക്കാരിന് സംസ്ഥാനത്തോട് കാണിക്കുന്ന വലിയ രീതിയിലുള്ള നിഷേധം എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരുന്നു. അതിൻ്റെ എല്ലാം തന്നെ ദൃശ്യങ്ങൾ അത് തന്നെയാണ് തെരുവിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ